നമസ്കാരം. നടൻ സലീംകുമാറിൻ്റെ മകൻ ചന്തു സലീംകുമാർ ഏപ്രിൽ 9 സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയതിനു ശേഷം സലീംകുമാറിനൊപ്പവും അദ്ദേഹത്തിൻ്റെ മാതാവിനൊപ്പവും വിരലിലെ മഷി ഉയർത്തി കാണിച്ചുകൊണ്ട് ഒരു ചിത്രമെടുത്തിട്ട് അത് സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റ് ഇംഗ്ലീഷിലായിരുന്നു. അതിൻ്റെ ഒരു സാരാംശം, മോദിജിയെ പോലെ ആകരുത് ജീവിതത്തിൽ, പക്ഷേ ക്യാമറ ക്ലിക്ക് ചെയ്യുമ്പോൾ മോദിജിയെ പോലെ ആകണം, ക്യാമറയിലേക്ക് തന്നെ നോക്കണം എന്നെപ്പോലെ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഒരു ആംഗലേയത്തിലാണ്, അത്ര വൃത്തിയുള്ള ആംഗലേയം അല്ലെങ്കിൽ പോലും ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്. ഇത് സംബന്ധിച്ച് പ്രത്യേകിച്ച് BJP പ്രവർത്തകരുടെയും അനുഭാവികളുടെയും ഭാഗത്തു നിന്ന് രൂക്ഷമായ വിമർശനങ്ങൾ സലീംകുമാറിൻ്റെ മകന് നേരെ ഉയരുന്നുണ്ട്. മറുവശത്ത് സ്വാഭാവികമായി നരേന്ദ്രമോദിയെ ഇഷ്ടമല്ലാത്ത ഇടത് ജിഹാദി ആവാസ വ്യവസ്ഥ ഈ പോസ്റ്റ് ആഘോഷമാക്കുവാനും ശ്രമിക്കുന്നുണ്ട്. ഇത് രണ്ടും കണ്ട് ചിരിക്കുകയല്ലാതെ പ്രത്യേകിച്ച് ഇതിന് നമുക്കൊരു പ്രതികരണം നടത്തേണ്ട ഒരു ഗൗരവമൊന്നും ഈ പോസ്റ്റിലില്ല. പക്ഷേ അത് ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് മറ്റൊരു ചിന്ത കടന്നുകൂടിയത്. ഇതിൽ സമൂഹ നന്മയെ കരുതിയിട്ടുള്ള ഒരു സന്ദേശമുണ്ട്. സലീംകുമാറിൻ്റെ മകൻ നൽകിയൊരു സന്ദേശമല്ല, ഈ പോസ്റ്റിൻ്റെ ഒരു ആന്തരികമായ ഒരു അർത്ഥത്തിൽ സമൂഹത്തിൻ്റെ നന്മയെ സംബന്ധിച്ചൊരു സന്ദേശമുണ്ട്. അതുകൊണ്ട് പൊതുജന താല്പര്യാർത്ഥം, പൊതുജനങ്ങളുടെ നന്മയെ കരുതി, കാരണം നമ്മളതിന് വേണ്ടിയിട്ടാണല്ലോ ജീവിക്കുന്നത്, അപ്പോൾ അത് പൊതുജന താല്പര്യാർത്ഥം അതിന് ഈ പോസ്റ്റിനെ ഒന്ന് വിശകലനം ചെയ്ത് ആ സന്ദേശം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടെത്താൻ ശ്രമിക്കാം. അപ്പോൾ അതിനു മുൻപ് ഈ പ്രതികരണങ്ങളെക്കുറിച്ചൊരു വാക്കൊന്ന് പറയണം പ്രേക്ഷകരോട്. ഇത്തരത്തിൽ രൂക്ഷമായിട്ടുള്ള പ്രതികരണങ്ങൾ സ്വാഭാവികമായി വരും. കാരണം നരേന്ദ്രമോദി എന്നുള്ളത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്, ഒപ്പം വളരെയധികം ആളുകൾ ആരാധിക്കുന്നൊരു രാഷ്ട്രീയ നേതാവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇത്തരത്തിൽ പരിഹസിച്ചുകൊണ്ടുള്ളൊരു പോസ്റ്റോ അഭിപ്രായമോ വരുമ്പോൾ എതിരഭിപ്രായങ്ങൾ ഉയരുക സ്വാഭാവികമാണ്. എത്രത്തോളം തന്നെ ഈ നരേന്ദ്രമോദിയെ വിമർശിക്കുവാനും അല്ലെങ്കിൽ ഇത്തരത്തിൽ പരിഹസിക്കുവാനും സലീംകുമാറിൻ്റെ മകൻ അവകാശമുണ്ടോ, അത്രയും അവകാശം തന്നെ ആ വിമർശനത്തെ വിമർശിക്കുവാൻ മറുവശത്തുമുണ്ട്. അത് ആഘോഷമാക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യം ജിഹാദികൾക്കുമുണ്ട്. കാരണം എത്രയൊക്കെ അവർ ഫാഷിസ്റ്റാണ് എന്ന് അല്ലെങ്കിൽ ഒരു വെള്ളപൂശുവാനല്ല ശ്രമിക്കണം, ആ ഒരു കറ പൂശുവാൻ ശ്രമിച്ചാലും നരേന്ദ്രമോദി എന്ന ഒരു ഭരണാധികാരി ഒരിക്കൽ പോലും ഇത്തരത്തിലുള്ള പരിഹാസങ്ങളെയോ വിമർശനങ്ങളെയോ ഗൗനിക്കുകയില്ല എന്ന് മാത്രമല്ല, ഇത് ചെയ്ത ആളുകളോട് പ്രതികാര ബുദ്ധിയോടുകൂടി പെരുമാറുകയുമില്ല. സലീംകുമാറിനെയോ അദ്ദേഹത്തിൻ്റെ മകനെയോ നാളെ NIA വന്ന് പിടിച്ചുകൊണ്ടുപോയി ഗരുഡൻ തൂക്ക് നടത്തി കക്കയം ഡാമിൽ താഴ്ത്തുകയുമൊന്നുമില്ല. അത് ചെയ്തിരുന്ന ആളുകളുണ്ടായിരുന്നു. അത് സലീംകുമാറിൻ്റെ പാർട്ടിയായ കോൺഗ്രസ്സിലായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടമുള്ള കോൺഗ്രസ്സിലെ ഏക നേതാവായിട്ടുള്ള കരുണാകരൻ്റെ കാലത്തായിരുന്നു, കരുണാകരൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്തായിരുന്നു കക്കയം ഡാമിൽ അത്തരം വിമർശകരെ തല്ലിക്കൊന്ന് കെട്ടിത്താഴ്ത്തുന്നത്. എന്തായാലും നരേന്ദ്രമോദിയുടെ കാലത്ത് അത്തരത്തിലൊരു അനുഭവം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ സർവതന്ത്ര സ്വാതന്ത്ര്യത്തോടുകൂടി സലീംകുമാറിൻ്റെ മകൻ ഇത്തരം പരിഹാസങ്ങൾ തുടരാം, മറുവശത്തിന് വിമർശനങ്ങളും തുടരാം. പക്ഷേ BJP അനുഭാവികളോട് പറയുവാനുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഒരു അപേക്ഷ ശ്രീ നരേന്ദ്രമോദി തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. വിമർശനങ്ങളെ സഹിഷ്ണുതയോടുകൂടി സമീപിക്കുക. വിമർശനങ്ങൾക്കെതിരെയുള്ള മറുവാദങ്ങൾ നിങ്ങൾക്ക് ഉന്നയിക്കാം, അതിനെ തിരിച്ച് പരിഹസിക്കാം. പക്ഷേ അസഭ്യതയുടെ ഒരു പരിധി ലംഘിച്ച് അസഭ്യതയിലേക്ക് കാര്യങ്ങൾ പോകരുത്. ഒരു തരത്തിലുള്ള അസഭ്യവർഷവും സലീംകുമാറിൻ്റെ മകൻ്റെ നേരെ നടത്തേണ്ട കാര്യമില്ല. കാരണം അത്രയൊന്നും ഗൗരവം ആ വ്യക്തി അർഹിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിലെ പോയിൻ്റ്. ജിഹാദികൾ ആഘോഷിക്കട്ടെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അടിസ്ഥാനപരമായിട്ട് നിരന്തരമായിട്ടുള്ള പീഡനങ്ങൾ അവർ ഏറ്റുവാങ്ങുകയാണ്. പാകിസ്ഥാൻ വാപ്പയ്ക്ക് സമാധാനമില്ല, ഇറാനി വാപ്പയ്ക്ക് സമാധാനമില്ല, ഗൾഫിലെ പഴയ വാപ്പമാർക്ക് സമാധാനമില്ല, ലോകമൊട്ടാകെ ഈ വിഭാഗത്തിനെ ഓടിച്ചിട്ടടിക്കുന്നു. ഭാരതത്തിലാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തലപൊക്കിയാൽ അടിച്ചമർത്തി പിടിച്ച് തിഹാർ ജയിലിൽ കൊണ്ടിട്ട് റൌഫിക്ക് ഉൾപ്പെടെയുള്ളവരെ തൂത്തുവാരിയെടുത്ത് NIA കേരളത്തിൽ നിന്ന് കൊണ്ടുപോയതിൽ അത്തരത്തിലുള്ള നിരന്തരമായ ദുഃഖങ്ങളുടെ ഇടയിൽ ഇത്തരം കൊച്ചു സന്തോഷങ്ങൾ അവർക്ക് ജനാധിപത്യവും ഭരണഘടനയും അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവർ കൊച്ചു സന്തോഷങ്ങളുമായി അവരുടെ ലോകത്ത് ജീവിക്കട്ടെ എന്ന് കരുതി അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക. ഇനി സലീംകുമാറിൻ്റെ മകൻ്റെ ഈ പോസ്റ്റിലേക്ക് തിരിച്ചു വരാം. ഇതിലെന്താണ് സന്ദേശം എന്നുള്ളത് ഒന്ന് പരിശോധിക്കണം. നരേന്ദ്രമോദിയെപ്പോലെ ആകരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ജീവിതത്തിൽ ക്യാമറ ക്ലിക്ക് ചെയ്യുമ്പോൾ നരേന്ദ്രമോദിയെ പോലെ ആകണമെന്ന്, അതാണ് പരിഹാസം. ഒരു വളരെ സർക്കാസ്റ്റിക്കായിട്ട് സലീംകുമാറിനൊരു ഭാവമുണ്ട്. അദ്ദേഹം ഒരു വളരെ ഉന്നത തലങ്ങളിൽ ചിന്തിക്കുന്ന ഒരു ബുദ്ധിജീവിയാണ്. ആ ബൗദ്ധികമായ തൻ്റെ ചിന്തകൾ വളരെ
സാമാന്യരുടെ ഭാഷയിൽ നർമ്മത്തിൻ്റെ അകമ്പടിയോടുകൂടി നാട്ടുകാരുടെ മുൻപിൽ അവതരിപ്പിക്കുവാൻ എനിക്കുള്ള കഴിവ് മറ്റാർക്കുമില്ല എന്നുള്ളൊരു സ്ഥായിയായ ഭാവം നിഴലിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. അതിൻ്റെ ഒരു പുനരാവിഷ്കരണമായിരിക്കാം, അല്ലെങ്കിൽ പരിച്ഛേദമായിരിക്കാം. ആപ്പിൾ ഡസൻ ഫോൾ ഫോർ ഫ്രം ദ ട്രീ എന്ന് പറയുന്നത് പോലെ ഒരു മരത്തിൽ നിന്ന് ഏറെ ദൂരെയൊന്നും അതിൻ്റെ കായ പോയി വീഴില്ലല്ലോ. അതുപോലെ താനും അത്തരത്തിലുള്ള ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കുന്ന ഒരു ബുദ്ധിജീവിയാണ് എന്ന് ഏറ്റവും ചുരുങ്ങിയത് ഇപ്പോൾ തന്നെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്ന മട്ടാഞ്ചേരി മാഫിയയ്ക്കെങ്കിലും ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ആയിരിക്കണം ചന്തു സലീം കുമാർ ഇത് ചെയ്തത്. ചന്തു സലീം കുമാർ എന്നാണ് സലീം കുമാറിൻ്റെ മകൻ്റെ പേര്. അപ്പോൾ സലീം കുമാറിൻ്റെ മകൻ ഇത് ചെയ്തത് അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇതിലൊരു കുറേ നേരമായി വട്ടം ചുറ്റി ജിലേബി പോലെ പോകുന്നു. ഇതിൽ സന്ദേശം എന്താണ്? നരേന്ദ്രമോദിയെപ്പോലെ ജീവിതത്തിലാകരുത് എന്ന് ചന്തു സലീം കുമാർ പറഞ്ഞു. ഒരു കുഴപ്പവുമില്ല. കാരണം എനിക്കോ നിങ്ങൾക്കോ നരേന്ദ്രമോദിയെപ്പോലെ ആകുവാൻ അത്ര എളുപ്പം സാധിക്കില്ല. പക്ഷേ അതൊന്നും ചിന്തിക്കാതെ തന്നെ നരേന്ദ്രമോദിയെപ്പോലെ ആകണ്ട എനിക്ക് ജീവിതത്തിൽ എന്നൊരാൾ തീരുമാനിച്ചാൽ നല്ല കാര്യം. സന്തോഷപൂർവ്വം അവനവൻ്റെ ജീവിതം ശ്രദ്ധിച്ച് അവനവൻ്റെ ജീവിതവുമായി മുന്നോട്ട് പോയാൽ നരേന്ദ്രമോദിയെപ്പോലെ നിങ്ങളായില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നും വരാനില്ല. തന്നെയുമല്ല, നരേന്ദ്രമോദിയെപ്പോലെ ആകുവാൻ അത്ര എളുപ്പവുമല്ല. കാരണം ഇത്രയും ശക്തനായൊരു രാഷ്ട്രീയ നേതാവാകുക, ഇത്രയും ശക്തനായൊരു പ്രധാനമന്ത്രിയാകുക, ലോകത്തെ നേതാക്കളെല്ലാം, ലോകരാജ്യങ്ങളെല്ലാം ആരാധനയോടുകൂടി നോക്കുന്ന ഒരു നയതന്ത്രജ്ഞനാകുക, ഒരു ശക്തനായ ഭരണാധികാരിയാകുക, ഇതിൻ്റെ എല്ലാം കൂടി ഒരു സങ്കലനം ഒരു വ്യക്തിയിൽ വരിക, അതോടൊപ്പം തന്നെ ജീവിതത്തിൽ ചില കൃത്യതകൾ പാലിക്കുക, ഇതെല്ലാം കൂടി ചേർന്നൊരു മനുഷ്യൻ ആകുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. എനിക്കും നിങ്ങൾക്കും അത്ര എളുപ്പമല്ല. അതുകൊണ്ട് അദ്ദേഹത്തെ പോലെ ആകുക എന്നുള്ളത് ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടി അടിച്ചേൽപ്പിക്കപ്പെടേണ്ട ഒരു കാര്യമൊന്നുമല്ല. സ്വമനസാലെ സ്വീകരിച്ച് വളരെ പ്രയാസപ്പെട്ട് നേടിയെടുക്കേണ്ട ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് നരേന്ദ്രമോദി ആകാതിരുന്നാലും കുഴപ്പമില്ല. പക്ഷേ ആരാകരുത് എന്നുള്ളൊരു ചോദ്യത്തിന് ചന്തു സലീം കുമാറിൻ്റെ ആ പോസ്റ്റിൽ ഉത്തരമുണ്ട്, ഉത്തരം ഒളിഞ്ഞു കിടപ്പുണ്ട്. ചന്തു സലീം കുമാറിൻ്റെ അച്ഛൻ സലീം കുമാറിനെ പോലെ ആകരുത് ഒരിക്കലും ജീവിതത്തിൽ. ഞാൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വിചാരങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയ മനോഭാവമോ അഭിപ്രായങ്ങളുടെ ഒരു അന്തസ്ഥയോ ഒന്നുമല്ല വിശകലനം ചെയ്യുന്നത്. വ്യക്തി ജീവിതത്തിൽ സലീം കുമാറിനെ പോലെ ആകരുത്. ഏറ്റവും ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഒരു പരിധിക്ക് മുകളിൽ സമ്പത്തോ പ്രശസ്തിയോ വന്നു ചേരുമ്പോൾ അടിച്ച് കുന്തം മറിഞ്ഞ് കരളും കിഡ്നിയും അടിച്ചുപോയി ആരുടെയെങ്കിലും ഔദാര്യത്തിൽ ജീവിതം തിരിച്ചു പിടിക്കേണ്ട ഒരവസ്ഥയിലേക്ക് സ്വയം പഴുത്ത് പുഴുത്തു പോകരുത് എന്നാണ് പറഞ്ഞത്. ഒരു കാര്യം ഞാൻ എടുത്തു പറയുന്നു, ഒരാളുടെ അനാരോഗ്യത്തെ ഒരു തരത്തിലും പരിഹസിക്കുവാൻ പാടില്ല. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. അത് ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ആവട്ടെ, എന്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും ആകട്ടെ, അദ്ദേഹത്തിൻ്റെ അനാരോഗ്യത്തെ സംബന്ധിച്ച് വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ ഞാൻ കൃത്യത പാലിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്ത് അസുഖത്തിനാണ് നമ്മുടെ മുഖ്യമന്ത്രി ജനങ്ങളുടെ പണം മുടക്കി അമേരിക്കയിൽ ചികിത്സിക്കുവാൻ പോകുന്നത്? ആ ചികിത്സയ്ക്ക് പോകുന്ന രാജ്യത്ത് തന്നെ, ചികിത്സയ്ക്കായി അദ്ദേഹം ആശ്രയിക്കുന്ന രാജ്യങ്ങളെ തന്നെ വിമർശിക്കുന്നത്, രൂക്ഷമായ ഭാഷയിൽ തെമ്മാടി രാഷ്ട്രമെന്നൊക്കെ വിമർശിക്കുന്നത് ശരിയായൊരു നടപടിയാണോ? ഇത്രയും ഒരു വൃത്തത്തിനുള്ളിൽ അല്ലെങ്കിൽ ഈ ഒരു പരിധിക്കുള്ളിൽ എൻ്റെ വിമർശനങ്ങൾ ഒതുങ്ങാറുണ്ട്. ഇവരുടെ രോഗാവസ്ഥയെ സംബന്ധിച്ച്, സലീം കുമാറിൻ്റെ രോഗാവസ്ഥയെ സംബന്ധിച്ചും ഞാൻ അതുതന്നെ പാലിക്കുവാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ആ അനാരോഗ്യം സലീം കുമാർ സ്വയം വരുത്തി വെച്ചതാണ് അദ്ദേഹത്തിൻ്റെ ശീലക്കേടുകളിലൂടെ. അത്തരത്തിലുള്ളൊരു അനാരോഗ്യം ഒരു വ്യക്തി വരുത്തി വയ്ക്കുമ്പോൾ ആ വ്യക്തിയെ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടി മറ്റുള്ളവരോട് ഇങ്ങനെ ആകാതിരിക്കുവാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് ഒരു പൊതുജന താല്പര്യാർത്ഥം ചെയ്യുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അത് ചെയ്യുന്നത്. ഇത് സലീം കുമാറിനെ വ്യക്തിപരമായി അപമാനിക്കുകയല്ല, അല്ലെങ്കിൽ വ്യക്തിപരമായി അപമാനിക്കുകയാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ അനാരോഗ്യത്തെ പരിഹസിക്കുകയല്ല. കാരണം അനാരോഗ്യമെന്നുള്ള അവസ്ഥ ആർക്ക് വേണമെങ്കിലും വരാം. അതൊരു മദ്യപാനിക്ക് തന്നെ വരണമെന്നില്ല. മദ്യപിക്കാത്ത ആളുകൾ ഉണ്ടാകാം, അവർക്ക് കരളിൻ്റെ പ്രശ്നം വന്നുകൂടെ വരാം. പക്ഷേ അവർ ഈ ജങ്ക് ഫുഡ്സ് വാരി കഴിക്കുന്നവരായിരിക്കാം ഒരു ഭൂരിഭാഗം പേരും. അല്ലാത്തവർക്ക് വളരെ അപൂർവമായും കരൾ രോഗങ്ങൾ വരാം, അല്ലെങ്കിൽ മറ്റ് ഇത് സംബന്ധമായ മദ്യപന്മാർക്കുണ്ടാകുന്ന രോഗങ്ങൾ മറ്റുള്ളവർക്കും അപൂർവമായി, അവർക്ക് യാതൊരു ദുശീലവും ഇല്ലെങ്കിലും വരാം. പക്ഷേ അത് അപൂർവമായേ സംഭവിക്കുകയുള്ളൂ. അത്തരം അനാരോഗ്യങ്ങളെ, രോഗാവസ്ഥയെ പരിഹസിക്കുകയല്ലത്, ഒരു വ്യക്തിയുടെ ദുശീലങ്ങളെ പരിഹസിക്കുകയാണ്. ആ ദുശീലങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ദുശീലങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സ്വയം വരുത്തി വെച്ച അനാരോഗ്യത്തോടു കൂടി തന്നെ മറ്റുള്ളവരെ ഉപദേശിക്കുവാനും മറ്റുള്ളവരെ വിമർശിക്കുവാനും ഇറങ്ങുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും, കാരണം കുടുംബത്തിൻ്റെ കാര്യം വരുമ്പോൾ സലീം കുമാറിൻ്റെ മകന് ഇത്തരം ശീലങ്ങളുണ്ടോ എന്നറിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു ഭാവവും
അദ്ദേഹത്തിൻ്റെ വീഡിയോകളും ചിത്രങ്ങളും ഒക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് മദ്യപാന ശീലമുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഈ മട്ടാഞ്ചേരി മാഫിയയുടെ ഒരു പശ്ചാത്തലം കണക്കിലെടുക്കുമ്പോൾ ചില ഇലകളും പച്ചിലകളും കരിയിലകളും ഒക്കെ കൂട്ടിയിട്ട് കത്തിച്ച് പുകയെടുക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ടോ എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണും അദ്ദേഹത്തിൻ്റെ ഒരു ഭാവവും ഒക്കെ കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്. അത്തരത്തിലുള്ളൊരു സ്വഭാവം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എനിക്ക് പറയുവാനുള്ളത്, മുൻഗാമി വേലി ചാടിയാൽ പിൻഗാമി മതിൽ ചാടും എന്നുള്ളൊരവസ്ഥയിലായിരിക്കാം അദ്ദേഹം. ഇനി അതിനെ സംബന്ധിച്ചുള്ള ആരോഗ്യങ്ങൾ അദ്ദേഹത്തിന് വരുമോ എന്നറിയില്ല. എന്തായാലും സലീം കുമാറിൻ്റെ കാര്യം പലപ്പോഴും പൊതുവേദികളിൽ പോലും ആളുകളുടെ താങ്ങില്ലാതെ പോലും നടക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തപ്പെട്ട സലീം കുമാറിനെ പോലെ എന്തായാലും പ്രേക്ഷകരാവാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ഇത്തരം ദുശീലങ്ങൾ അനാരോഗ്യം വരുത്തിവെക്കും. അതുകൊണ്ട് നരേന്ദ്രമോദിജിയെ പോലെ ആയില്ലെങ്കിൽ പോലും സലീം കുമാറിനെ പോലെ ആകരുത്. തത്വമടിക്കാൻ എളുപ്പമാണ്, പക്ഷേ അത് ജീവിതത്തിൽ പാലിക്കുവാനും എന്നിട്ട് അതിനെ ഒരു പരിഹാസത്തോടു കൂടി കണ്ടിട്ട് ഒടുവിൽ അനാരോഗ്യം പൂർണ്ണമായും സ്വന്തം ശരീരത്തെയും മനസ്സിനെയും കീഴടക്കുമ്പോൾ അയ്യോ പൊത്തോ എന്ന് വിളിച്ച് കരഞ്ഞ് പൊതുമധ്യത്തിൽ നിന്ന് മാറി നിന്ന് കുറേ കഴിയുമ്പോൾ വീണ്ടും പഴയ പ്രതാപത്തോടു കൂടി ഞാൻ വരുന്നു എന്നുള്ള ഒരു പ്രതിച്ഛായ പൊതുമണ്ഡലത്തിൽ സൃഷ്ടിക്കുവാനുമുള്ള പരിഹാസ്യമായ ശ്രമങ്ങളിലേക്ക് സലീം കുമാർ പലപ്പോഴും ഇപ്പോൾ പോകാറുണ്ട്. രാഷ്ട്രീയപരമായി അദ്ദേഹം കോൺഗ്രസിനോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതിന് അദ്ദേഹത്തിന് സർവതന്ത്ര സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളോട് എതിരഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതിനെ വിമർശിക്കാം. പക്ഷേ ഇത് ഒരു വ്യക്തിയെപ്പോലെ പൊതുജീവിതത്തിലാകരുത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ മകൻ്റെ അഭിപ്രായം, അദ്ദേഹത്തിൻ്റെ മകൻ മാത്രമായിട്ട് നിന്ന് വിരലുയർത്തി കാണിച്ച് നിൽക്കുകയായിരുന്നെങ്കിൽ ഞാൻ സലീം കുമാറിനെ ഒരു കാലത്തും ഈ ഒരു വിഷയത്തിലേക്ക് വലിച്ചിഴക്കില്ലായിരുന്നു. പക്ഷേ ഈ പോസ്റ്റ് വന്നിരിക്കുന്ന ചിത്രം, ഈ വീഡിയോയ്ക്കൊപ്പം ഞാനത് കൊടുക്കാം. പോസ്റ്റ് വന്നിരിക്കുന്ന ചിത്രം സലീം കുമാറും അദ്ദേഹത്തിൻ്റെ പത്നിയും സലീം കുമാറിൻ്റെ മകനും നിൽക്കുന്ന ഒരു ചിത്രമാണ് ഈ പോസ്റ്റിനോടൊപ്പം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് സലീം കുമാറിൻ്റെ ഒരവസ്ഥയെ എന്തുകൊണ്ട് സലീം കുമാറിനെ പോലെ ആകരുത് എന്നുള്ള ഒരു ആശയം ഞാൻ പ്രേക്ഷകരുടെ മുൻപിൽ വെച്ചത്. ഈ ദുശീലങ്ങളൊക്കെ കൊണ്ട് അനാരോഗ്യമൊക്കെ സ്വയം വരുത്തി വെച്ചാൽ മറ്റൊരു അപകടം കൂടിയുണ്ട്. ചിലപ്പോൾ ഇത്തരത്തിൽ ഉള്ള എന്താ പറയുക, തിരുവനന്തപുരം ഭാഷയിൽ തന്നെ പറയാം, കൊളോക്കിയലായിട്ട് പറയാം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു വലിയ ചിന്തകന്മാരാകുമ്പോൾ സലീം കുമാറിനെ പോലെ ആ ചിന്തകൾ സരളമായ ഭാഷയിൽ അവതരിപ്പിക്കണം. ഇത്തരത്തിലുള്ള ദുശീലങ്ങൾ വരുത്തി വെച്ചാൽ മറ്റൊരു അപകടം കൂടിയുണ്ട്. നമ്മുടെ ചാച്ചാജിക്ക് പിൻഗാമിയായിട്ട് പപ്പു ഉണ്ടായതുപോലെ കഴുപ്പണം കെട്ട പിള്ളേർ ചിലപ്പോൾ ഉണ്ടായെന്ന് വരും. അങ്ങനെ ഉണ്ടായാൽ അതിൻ്റെ ഒരു ദുഷ്പേര് തലമുറകളോളം തേച്ചാലും ഉരച്ചു കഴുകി കളഞ്ഞാലും മാറില്ല. അങ്ങനെ ഒരു അപകടമുണ്ട്. അതുകൊണ്ട് പ്രേക്ഷകരോട് പറയുന്നു, നരേന്ദ്രമോദിജിയെപ്പോലെ ആയില്ലെങ്കിലും സലീം കുമാർ ജിയെപ്പോലെ ആകാതിരിക്കുക, അതിന് ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള ദുശീലങ്ങൾ ഒക്കെ കൊണ്ട് അനാരോഗ്യം വരുത്തി വെച്ച് പൊതുമണ്ഡലങ്ങളിൽ പരിഹാസ്യരാവാതിരിക്കുക, അതിന് ശ്രദ്ധിക്കുക. അനാരോഗ്യവും രോഗങ്ങളും ആർക്കും വരാം. പക്ഷേ അതിനുള്ളൊരു വഴി നാമായിട്ട് തുറന്നിട്ട് വാ വാ എന്ന് വിളിച്ച് ക്ഷണിച്ച് വരുത്തി പരിഹാസ്യരാവാതിരിക്കുക, അല്ലെങ്കിൽ സ്വയം അപകടത്തിലേക്ക് ചെന്ന് ചാടാതിരിക്കുക. അതുകൊണ്ട് വീണ്ടും പറയുന്നു, നരേന്ദ്രമോദിജിയെ പോലെ ആയില്ലെങ്കിൽ പോലും സലീം കുമാറിനെ പോലെ ഒരിക്കലും ആകരുത്. നരേന്ദ്രമോദിയെ പോലെ ആകാൻ ശ്രമിക്കേണ്ട, സലീം കുമാറിനെ പോലെ ആകാൻ ശ്രമിക്കുകയും അരുത്. കണക്ട് ചെയ്തില്ലേ? ഏതാണ്ട് പ്രാസവത്തില്ലേ? ഇല്ലെങ്കിൽ നരേന്ദ്രമോദി വേണ്ടെങ്കിൽ വേണ്ട, സലീം കുമാർ വേണ്ടേ വേണ്ട. അപ്പോൾ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.